ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് റവ വെച്ചിട്ട് എങ്ങനെയാണ് നൂലപ്പം ഉണ്ടാക്കുക എന്നാണ്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് രാവിലെ തൊട്ട് സമയമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പാനിലോട്ട് ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ എടുത്ത ഈ സെയിം കപ്പിനാണ് 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം എന്നൊരു കണക്കിൽ നമുക്ക് വെള്ളം എടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ 1 കപ്പ് റവ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനി നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, കുറേയൊക്കെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി നമുക്കിതൊരു കുഴച്ചെടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇത് തീ ഓഫ് ചെയ്യാണ്. ഇനി ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഒന്ന് കൈ വെച്ചിട്ട് നമുക്കിതൊന്ന് ഒരുപാട് നേരിട്ട് നമുക്ക് ചപ്പാത്തി കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കണ്ട. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഒരുപാട് ചൂടാറും ചെയ്യരുത് കേട്ടോ. കുറച്ചൊരു ചൂടിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. അപ്പോൾ ഞാനത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇടിയപ്പം ഉണ്ടാക്കുന്ന ഈ ഒരു പ്രസ്സിലിട്ടിട്ട് നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലോട്ട് ഈ റവയുടെ ഈ കൂട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ചുറ്റിച്ച് തുടങ്ങാം. ഞാനിപ്പോൾ ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത്. ഒട്ടും പൊട്ടലൊന്നും ഉണ്ടാവില്ല. നമുക്ക് നൂല് പോലെ തന്നെ അത് താഴോട്ട് പോകുന്നുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. നമ്മൾ സാധാ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കാം. നമുക്കിതൊരു 5 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ്. ഒട്ടും ഒട്ടലൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ റവ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നൂലപ്പം ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. നമുക്കിത് ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. അപ്പോൾ രാവിലെ നമ്മൾ ഒട്ടും സമയമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉപ്പുമാവ്. അപ്പോൾ ഈ ഉപ്പുമാവ് കഴിച്ച് ചില കുട്ടികൾക്കൊക്കെ ഭയങ്കര മടുപ്പായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഇഷ്ടമായിട്ട് അവർ നന്നായി കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി വേറെ റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.